തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തുന്ന LDF കൗൺസിലർമാരെ പോലീസ് ഇപ്പോൾ നീക്കുകയാണ്. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ അവിടെ ധർണ നടക്കുന്നത്. തത്സമയ ദൃശ്യം ആണ് കാണുന്നത്. ഒരു സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു ധർണ നടത്തുന്ന LDF കൗൺസിലർമാരെ പോലീസ് നീക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തുന്ന LDF കൗൺസിലർമാരെ പോലീസ് നീക്കുകയാണ്. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ടാണ് ധർണ. ഹാൻസ് ജോൺ ആണ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസ്, എന്തായാലും പ്രതിഷേധം ശക്തമാണ്. ഇപ്പോൾ പോലീസ് അവരെ കൗൺസിലർമാരെ നീക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തെല്ലാം ആവശ്യം ഉന്നയിച്ചാണ് ഇപ്പോൾ അവർ പ്രതിഷേധിക്കുന്നത്? നിലവിലെ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? സ്വാതി, പ്രതിഷേധത്തിന് ശമനമില്ല. വലിയ പ്രതിഷേധമാണ് LDF കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മേയറെ നേരിട്ട് കാണണം, അതിനോടൊപ്പം തന്നെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. പോലീസ് ഗോ ബാക്ക് എന്നുള്ള മുദ്രാവാക്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. BJP ഭരണസമിതി ഗുണ്ടകളെ സംരക്ഷിക്കുന്നു. കാരണം അത് അവർ ഏറ്റവും അധികം ഉന്നയിച്ച് പറയുന്നത് ആർ സുഗതന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. കാരണം BJPയുടെ കൗൺസിലറാണ് ആർ സുഗതൻ. വാഴോട്ടുകോണം വാർഡിൽ നിന്ന് വിജയിച്ച BJPയുടെ കൗൺസിലറാണ്. അദ്ദേഹത്തിനെതിരെ 10-ലധികം ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും അവസാനമായി രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിനെതിരെ പോലീസ് കാപ്പ ചുമത്തുകയും ഇപ്പോൾ ഏതാനും ദിവസങ്ങളായി അദ്ദേഹം വിയ്യൂർ ജയിലിൽ റിമാൻഡിൽ തുടരുകയും ചെയ്തിട്ടുള്ളത്.